ഇനി ചന്ദ്രമാനെ വേറെ ഇരുവിനാട്ടോ, പിന്നെ ഹാൻഡ് ബോക്സ് ഒന്നും കിട്ടൂല, ഒക്കെ ഇറങ്ങി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ്, നമ്മുടെ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ തുടങ്ങാൻ പോവാണ്. എല്ലാവരും എണീറ്റ് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറേ പേര് എണീക്കാത്തവരുണ്ട്, മുസ്ലിംസ് അല്ലാത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഉറങ്ങാണ്. കൂടുതൽ സൗണ്ട് ഉണ്ടാക്കാൻ വയ്യ. അപ്പോൾ ഞാൻ എൻ്റെ കന്തൂറ് ധരിച്ചു. ഇനി ഈ സാധനം അവിടെ കൊടുക്കണം, അതാണ് അടുത്ത ടാസ്ക്. ചെക്കന്മാരൊക്കെ എണീറ്റും ചെയ്തു. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കാം. പിന്നെ നമ്മളെ തലയെക്കെട്ട്, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. റൂമിൻ്റെ പുറത്തുള്ള എല്ലാ വാഷ്റൂമും ഫുള്ളാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇരുന്നോക്കാം. പുതിയ കന്തൂർ വെച്ചിട്ട് ഒരിടത്ത് ഇരിക്കാൻ തന്നെ എന്തോ ഒരു പ്രയാസം. ഈ കന്തൂറിൻ്റെ ഉള്ളിലിടുന്ന തുണിയുണ്ട്, വല്യപ്പാരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള തുണിമത്തെ വലിയൊരു സ്റ്റിക്കർ ഉണ്ടല്ലോ, ടെക്സ്റ്റൈൽസിൻ്റെ സ്റ്റിക്കർ. ആ സ്റ്റിക്കർ പറിച്ചാൽ ഞാൻ അടുത്തൊരു 10-15 മിനിറ്റ് എൻ്റെ ചെങ്ങായി വരെ ഇടങ്ങറായി പോയി. ഇതിടാൻ ഞാൻ ഒരു 10 മിനിറ്റ് ഞാൻ എടുത്തു. നിങ്ങൾക്ക് കണ്ണട കിട്ടണം, ഇന്നലെ നടക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കണ്ണട ഇല്ലാതെ ഇത് കുത്തല്ലേ, ഇത് ബട്ടിടാൻ കുറച്ച് പണിയുണ്ട്. മറ്റേ നമ്മൾ സാധാരണ നോർമലി യൂസ് ചെയ്യുന്ന കന്തൂറൊക്കൊന്നും ഈ സാധനം ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഇടണം, അല്ലെങ്കിൽ ഫോണിലെ ക്യാമറ വെച്ചിട്ട് ഇടാൻ പറ്റും. നോക്കട്ടെ. കാറും എൻ്റെ മിക്കവാറും ഇപ്പോൾ ഒരാൾ ഇട്ട് തരേണ്ടി വരും. അതിനുള്ള പോക്കാണ് ഇപ്പോൾ പോണത്. ഒരു ചെറിയ കയറിങ്ങനെ ഉള്ളിലിങ്ങനെ കിടക്കുക. ഈ കുരുവിനെ അതിൻ്റെ ഉള്ളിലെത്തിക്കാൻ പാടില്ല. ഇതാണ്ടായി കേട്ടോ, ഒന്നായി. ഇനി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഒരാൾ കൂടി. ഇതൊന്നും കയറിയ കന്തൂറിൻ്റെ പരിപാടി തീർന്നു. കയറിയടോ. പ്രാവശ്യം മാല ഉണ്ട്. എൻ്റെ പേരെന്താ മറന്നുപോയി. ഒരു പേരുണ്ടായിരുന്നു. അസ്സലാമലൈക്കും. ഷുഗർ. അങ്ങനെ ഞാൻ എൻ്റെ തലയെക്കെട്ട് കെട്ടിയിരിക്കുകയാണ് ഗൈസ്. ഓൾമോസ്റ്റ് റെഡി. തലയെക്കെട്ട് ഒന്നും കൂടി അങ്ങനെ ഇതാവണമെന്നൊരു ഡൗട്ട്. വേറെ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാലേ, എല്ലാവരും പോയി. എവരിബഡി വെൻ്റ് ഔട്ട്. ഞങ്ങളിതാ പോവുകയാണ്. എങ്ങോട്ടേ? പെരുന്നാൾ നിസ്കാരം, ചെറിയ പെരുന്നാൾ നിസ്കാരം. അതിന് വേണ്ടിയിട്ട് പോവാണ്. ഇനിയും പടകൾ ഇറങ്ങാനുണ്ട്. പടകൾ ഇറങ്ങിയിട്ടില്ല. ഞങ്ങളപ്പോൾ തന്നെ പടകളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ സെറ്റാക്കട്ടെ. ഇതൊരു വല്ലാത്ത ദൃശ്യമാണ്. എന്ത് ആരുമില്ലാത്ത ലിഫ്റ്റ് ഈ ഒരു സമയത്ത്. എടാ, വേറെ സംഭവമുണ്ട്. സംഭവം എന്താ അറിയോ, തുണിക്ക് ബെൽറ്റ് ഇല്ലല്ലോ. അഥവാ തുണി കഴിഞ്ഞാൽ മഷൂക്ക വെൽക്കം ബാക്ക്. അഥവാ നിസ്കാരം ചെയ്യട്ടെ, അന്നേരം കൈയടക്കലും കെട്ടിപ്പിടിക്കലും. മഷൂദൊക്കെ ഫുൾ ടിപ്പിലിട്ടോ. എന്തൊക്കെയാ ഞാൻ പറഞ്ഞെന്താ അറിയോ, എവിടെന്നെങ്കിലും എൻ്റെ തുണി കഴിഞ്ഞാലാണ് എൻ്റെ പ്രശ്നം. ബെൽറ്റ് ഇല്ലാത്ത തുണി കെട്ടിട്ടാണ് ഞാൻ. ഇല്ല, കെട്ടിടാൻ പറ്റൂല. പണ്ടത്തെ ഇക്കിളി വേറെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് പണ്ടത്തെ ഇക്കിളി വേറല്ല, വയറൊക്കെ വലുതായി. എത്ര പെട്ടെന്നാണ് ഞാനൊരു ഉണ്ടപ്പക്കുറായി മാറിയത്. പള്ളിയിലേക്ക് ഇതാ ഒത്തിരി പേര് നടന്നു പോകുന്നുണ്ട്. കന്തൂറക്കാർ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ 4-5 മിനിറ്റുള്ളൂ അല്ലേ. തക്ബീർ കേൾക്കുന്നുണ്ട് നിങ്ങൾ അല്ലേ? പ്രേക്ഷകർക്ക് ഗൾഫിലെ തക്ബീർ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കട്ടെ. അപ്പുറത്തൊരു പള്ളിയുണ്ട്, അപ്പുറത്തൊരു ഒരു ജുബ ടീം ആട്ടൊക്കെയാ. അത്ര മണിയാ സ്കോഡ് ഡ്രസ് കോഡ്. എന്നെ കണ്ട ആൾക്കാർ ഏതാ അറബി പോകണമെന്ന് വയ്യ. കൂളിംഗ് ഗ്ലാസ് എടുക്കായിരുന്നു. തുണി മെല്ലെ അഴിയുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇല്ല.
സഫാൻ കാട്ടേരി സഫാൻ കാട്ടേരി ഒരറ്റ വലി ഒരറ്റ കുത്തല് മദിനസീന്ന് അവിടെ ഒരു പള്ളിയുണ്ട്. നമ്മൾ ഈ പള്ളിയിലേക്ക് വന്നു. ഇരിക്കുന്നുണ്ട് ആൾക്കാർ. ഇതാണ് ഞങ്ങളുടെ പള്ളി. ഞങ്ങളുടെ പള്ളിയിൽ നമ്മൾ പുറത്തിരിക്കുന്ന അകത്തിരിക്കുന്ന പുറത്തിരിക്കുക. ഇവിടെ വിസ്തീർണമായിട്ട് ഇതേ വ്ളോഗർ കുഞ്ഞാക്ക ഇഷ്ടമായ ആൾക്കാരുണ്ട് കേട്ടോ. കന്തൂറൊക്കെ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് കന്തൂറ ഡേ ആണ് ഗൈസ്. നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്കിവിടെ വിസ്തീർണത്തിൽ പിരിക്കുക. ഇവിടെ ഇരിക്കുക. ഒന്നുകൂടി സൊപ്പ് മര്യാദക്കാക്കിയോ. നമ്മളെ ലൈനാ സെറ്റ്. ഇനിയിരുന്നു ഇത് മുബാറക്. അത്രന്റെ സുഗന്ധം. ഇത് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. മുബാറക്. അതെ. ഇവിടുന്നാ അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങും. റോഡ് നമുക്ക് ഇറങ്ങാം. ഓഹ് ഇതൊക്കെ ഏതാണ് മറ്റേ പാർട്ടി? ഡ്രോനെ ഒന്ന് മാറി ഇവിടെ നിന്ന് എടുക്കല്ലേ? ഓ യാ ഓഫ് കോഴ്സ്. കിട്ടിയില്ല. അതായിരിക്കും മറ്റേത്. ആരാന്ന്? ഷാഹിജാനോ? പറഞ്ഞ പോലെ പള്ളി കഴിഞ്ഞ് ഒരു ലോഡ് ആളുകൾ കടന്നു വരുന്നുണ്ട്. ഇത് മുബാറക്. ഇത് മുബാറക് പറ്റല്ലേ? അബ്ദുള്ള ഞാൻ കർത്താവില്ലേ? ഓ അസ്സലാമു അലൈക്കും. ഇത് മുബാറക്. ഇത് മുബാറക്. ഇത് മുബാറക്. Come on. Assalamu alaikum. Hey, Eid Mubarak. Eid Mubarak. Eid Mubarak. Yes, I'm the Sheikh. Eid Mubarak. Yes. എന്തല്ലോ ശരിക്കും മേക്കലുണ്ടല്ലോ. പിന്നെ ഫുൾ വ്ളോഗാണെന്ന്. ഫുൾ ഓ അടുത്ത. Oh my god, lot of people. Assalamu alaikum. നമുക്ക് ഒരുമിച്ച് കേട്ടോ. എത്ര കെട്ടിപ്പിടിച്ച് തരും. അഗോണ്ട്
കുക്ക് അസ്സലാമലൈക്കും. ഇത് മുബാറക്, ഇത് മുബാറക്, ഇത് മുബാറക്. കെട്ടിപ്പിടിച്ച് മതി. ഇത് മുബാറക്. ഇത് സെറ്റല്ലേ? ഇത് മുബാറക്, ഇത് മുബാറക്. എന്തല്ല തിരക്കിന്റെ അടി കൂടി മുബാറക്, ഇത് മുബാറക്. ഹബീബി, ഇത് മുബാറക്, ഇത് മുബാറക്. me also in your vlog. Of course, sure, you are there. كيف الحال؟ الحمد لله الحمد لله. كيف حالكم؟ الحمد لله كل طيب كل تمام. അടുത്ത വർഷേ كيف العيد؟ ഇത് كله 100 100 100 100. احسن ولا لا؟ എന്താണ് അല്ലോ എന്താ നമ്മളില്ലാത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ? അത് ശരി, അപ്പടിയാ? അല്ല നമ്മളെ അരുലായി പോയാ ലോട്ട് ഓഫ് പീപ്പിൾ. ക്യാമറ എടുക്കാനായിട്ട് ഒരുത്തരും വ്ളോഗർ കുഞ്ഞാപ്പു. ഇതിപ്പോൾ എന്തായാലും സ്റ്റാറ്റസ് ഇടൂല, ഇങ്ങോട്ട് പോകണം. ഇതിപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഇടൂല. ഒരു ലോഡ് ആൾക്കാർ. ഹാറബേ ആ വളരെ പ്രശ്നമാണ്. ആൾ ഓളറാകുമ്പോൾ ഫോട്ടോ എടുക്കൽ നടക്കൂല. ആറബേ വാ പല്ലോ ആര് ഇതൊക്കെ നോക്കിയാ, ഇതൊക്കെ അദ്രമാനൊക്കെ നോക്കിയാ അതിന് ആൾക്കാരൊന്നും പരിചയമല്ലോ തോന്നുന്നുണ്ട്. ഭയങ്കര കമ്പനിന്ന്. അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ഒരു ഫോട്ടോ, ഒരേ ഒരു ഫോട്ടോ കിട്ടിയാൽ മതി. പക്ഷെ അത് കിട്ടും തോന്നുന്നില്ല. സാധാരണ കിട്ടിയ ചരിത്രമല്ല, എന്നാലും കിട്ടണമല്ലോ. അവിടെ നടന്നു വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഏരിയയിലേക്ക് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. മിക്കവാറും ഞങ്ങളിന്ന് ഈ ഒരു സ്ഥലമാണ് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഒരു ലോഡ് ആൾക്കാർ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പടിയാ ഒറ്റക്കൊക്കെ ഷൂട്ട് ചെയ്യണം, പാവം. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ തീർത്തിരിക്കുകയാണ്. പക്ഷേ അങ്കിൾസിൻ്റെ ഫോട്ടോഷൂട്ട് ഇതുവരെ തീർന്നിട്ടില്ല. പോലെ അടുത്ത പരിപാടി എന്താ? ചായ. അടുത്ത പരിപാടി ചായ. ഇനി നമുക്ക് ചായയിലേക്ക് കിടക്കാം. ഒരു മാസം രാവിലെ ചായ മൂട് അല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു മാസം ചായ ഇല്ലായിട്ട് എന്താണ് അഭിപ്രായം? ബ്രേക്ക്ഫാസ്റ്റ് ചായ ഇല്ലാണ്ട് പറയൂ. അങ്ങനെ ഫീലിംഗ് ഒന്നും പറ്റില്ല സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ നോമ്പുണ്ടായിരുന്നു ഭയങ്കര ഒരു ഫസ്റ്റ് ഒക്കെ. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ആരാ പോണ സിക്കിളുമലി? ഓ സുജു കുഞ്ഞാക്ക സൈക്കിൾ വെയിറ്റ്. രാവിലെ ചായ ഇല്ലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ നോമ്പിന്? ഉണ്ടായിട്ടില്ല. അതാണ് പ്രശ്നം. അത് ഇതുവരെ അതിപ്പോഴൊന്നും തീരും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ആ പരിപാടി സുറ എന്തുണ്ട് അത്രമാൻ കൊണ്ടുവന്ന് ഞങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. അതെ, അത്രമാ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. എന്നാല് സ്ലോമോഷനാക്കും ഞാൻ. ഏറ്റവും വലിയ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രമാനെ ഏറ്റവും വലിയ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൽ നിന്ന് തുണി കന്തൂർ ഇടുമ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഒരു കാരണവശാലും ബെൽറ്റ് ഇടാതെ തുണിയെടുക്കരുത്. തുണിയിടാതെ കന്തൂർ ഇടരുത്. അത് വേറെ കാര്യം. കന്തൂർ ഇടുമ്പോൾ തുണിയെടുക്കണം. തുണിയെടുക്കുമ്പോൾ ബെൽറ്റ് ഇടണം. ബെൽറ്റ് ഇടാതെ കട്ടൻസിൽ തിരക്ക് നോക്കിയാൽ ഗൈസ്, ഇതാണ് നമ്മൾ ഓൾവേസ് കഴിക്കാൻ പോകുന്ന കട്ടൻസ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ലോട്ട് ഓഫ് യുവതി യുവാക്കൾ വന്നു ചേരുന്ന ഒരു ഷോപ്പാണ് അത്. അല്ലേ? എന്താ നമുക്ക് പറയാനുള്ളത്?
തീർച്ചയായിട്ടും. ഓ കേട്ടാ, അതൊക്കെ ഫോട്ടോഷൂട്ട് നോക്ക്, ഫോട്ടോഷൂട്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഷൂട്ടിങ് ഇൻ ഫോട്ടോ. ഓ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യേ, ഇന്ന് പെരുന്നാളിൻ്റെ ദിവസമില്ലേ, ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി അടിച്ചു പോയി. ഇൻസ്റ്റഗ്രാമിൽ വരെയാണ് സ്റ്റോറി ഇടാൻ പറ്റില്ല എന്ന്. ഇൻസ്റ്റഗ്രാം വരെയാണ് സ്റ്റോറി ഇടാൻ പറ്റില്ല എന്ന്. എന്ത് ചെയ്യും? ചങ്ക് തകരിയ കഴിഞ്ഞില്ലേ? അല്ലടാ, വീഡിയോ എടുക്കാൻ എപ്പോഴും ഇറങ്ങണ്ടേ? എൻ്റെ അവർ അല്ല, എൻ്റെ ഫോട്ടോ എടുക്കണ്ട. ഫോട്ടോ ഞങ്ങൾ ഇവിടെ ഇവരൊരു ഷോപ്പുണ്ട്, കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഷോപ്പ്. നമ്മളവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ. ഞങ്ങളിപ്പോൾ ഹലോ അതെ അതെ, ഈ ഒരു കാര്യം ആലോചിക്കണം. എനിക്ക് മുണ്ട് മാത്രം പിടിച്ചാൽ പോരാ, തുണി പിടിച്ചണം. എന്തെങ്കിലും ഒറ്റ കൈ കൊണ്ടിരിക്കല്ലേ പിടിച്ചാ, മുണ്ട് പിടിക്കണം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഫൈനലി ഫുഡ് കഴിക്കാൻ കാലിക്കറ്റ് പാരഡൈസ് എന്ന ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. യെസ് ഓഫ് കോഴ്സ്, ലോട്ട് ഓഫ് ഏരിയ. അങ്ങനെ ഇവരെ ഒരു ലോഡ് യുവാക്കൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ യുവാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഫുഡ് ഇങ്ങനെ വരുമ്പോൾ ഫുഡ് ഇവിടെ വരണം. ഗൈസ്, ഞങ്ങളുടെ മുട്ടക്കറിയും പൊറോട്ടക്കും വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തു വെക്കൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറായില്ലേ. ഇനി ഉണ്ടാക്കി വെച്ച ചായ ആണെങ്കിൽ ചിലപ്പോൾ അത് ആറിയിട്ടുണ്ടാവും, ചൂടാക്കിയിട്ട് കൊണ്ടുവരാൻ പറയും. എനിവേ നല്ല രസമായിട്ടുണ്ട്. 1.5 മണിക്കൂറായി. എങ്ങാനും വരുമോ എന്നാവും. ശരിക്കും ഇവിടെ മുകളിലാകും ഒരാളുള്ളൂ അല്ലേ? അതിൻ്റെ പ്രശ്നമായി കാര്യം ഒറ്റയാൾ പോരാട്ടം, ഇത്രയും ടേബിളും. ഒരാളും 1 2 3 4 5 6 ടേബിളും. ആ പോണ ഒരാളും ഉണ്ട്. 1 2 3 4 5 6 ടേബിളും ഉണ്ട് അല്ലേ? എൻ്റെ ആ കുക്കിങ്ങോ അത്ര മണേ എന്തൊക്കെ മിസ് ചെയ്യണ്ടേ ചെയ്യേ? നോമ്പൊരിക്കലുടെ ഒരുക്കങ്ങളുണ്ട് മാറൂഫിന്റെ. ആ അവൻ്റെ ആ ഫ്രൂട്ട് കട്ടിങ് ഉണ്ടല്ലോ, ആ കട്ടിങ് സ്റ്റൈൽ തന്നെ മതി അവൻ്റെ. മാഷാ അതിന് ടേസ്റ്റ് അല്ല അവിടെ ആ മുറിക്കേണ്ട ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. അല്ലെങ്കിൽ മാറൂഫിന്റെ പ്രസന്റ് ഉണ്ടായ മതി കിച്ചണിൽ തന്നെ. എന്റെ പ്രസന്റ് നമ്മളെല്ലാം വിജയവും. അതെ, സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഓടി വരാൻ തോന്നിയോ ഡ്യൂട്ടി എനിക്ക്. ഇവന്റെ ഒരു മുഖം മനസ്സിലില്ലോണ്ടാണ് മാറൂഫിൻ. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇല്ലെങ്കിൽ ഞാൻ കമ്പനി തന്നെ മുറിച്ചിട്ട് വരും. ഓക്കെ, ഫുഡ് കിട്ടാൻ ലേറ്റ് ആയതിൻ്റെ എല്ലാ പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊറോട്ട വന്നിട്ടുള്ളൂ, മറ്റേ പ്ലേറ്റ് കിട്ടുന്നതിന് മുന്നേ ചീന്തി പറിച്ചിട്ടുള്ളത്. വെരി ബാഡ്. പ്ലേറ്റ് ഇപ്പം എത്തി. ചായക്കട ഓപ്പൺ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതിനർത്ഥം എന്താ? ആദ്യം പറഞ്ഞോടൊന്നല്ലേ? അല്ല, ചായ കൗണ്ടർ തുടങ്ങിയിട്ടില്ല പറഞ്ഞിട്ട് അവിടെ ചായ കൗണ്ടർ ഉണ്ടല്ലോ. അപ്പോൾ തുടങ്ങിയായിരിക്കുമോ? പക്ഷെ എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അത്രമാൻ്റെ അഭിപ്രായം അതിൻ്റെ കൂടെ ചായ വേണ്ടേ? അല്ലേ? ചായ ഇല്ലാതെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ്? യെസ്, ഇറ്റ്സ് ഇൻകംപ്ലീറ്റ്. അൺകംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ്. അൺകംപ്ലീറ്റ്. എത്ര മണി ചിക്കൻ? 80 കിഡ്സ് അല്ലേ? 80 കിഡ്സ് അല്ലേ? 70. അങ്ങനെ ഞങ്ങളുടെ എത്തിയിരിക്കുകയാണ് സ്ട്രോങ് ചായ. ഗൈസ് അതേ പോണേ
$1500 കിഡ്സും 90 കിഡ്സും 15 കിഡ്സ് 15 കിഡ്സാ പോണേ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ചായയും ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിഞ്ഞു. ഇനി ഞങ്ങൾ റൂമിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് വിളിക്കണം, കിടന്നുറങ്ങണം, അങ്ങനെ പല പരിപാടികൾ. ആ വലിയൊരു തൊപ്പിയല്ലേ, കുത്തനുള്ള തൊപ്പി, പരന്നിട്ട് കുത്തനുള്ള തൊപ്പി. ഇതാ കാർബോർഡ് കഷ്ണം പോലത്തെ സാധനം. പെരുന്നാളും കഴിഞ്ഞ് ഉറങ്ങിയിട്ട് രാത്രി മനസ്സിലായില്ല.